അറിയോ, ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സെറ്റാണോ നോക്കട്ടോ, സെറ്റാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ് ട്രബിളൊക്കെ ഉണ്ട് ഗായ്സ്, കുറെ ഇങ്ങനെ ഇരുന്നിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് വീഡിയോ ചെയ്യാൻ എപ്പോഴും സ്റ്റാർട്ടിങ് ട്രബിളാണ്. അപ്പോൾ ഇതിപ്പോൾ കണ്ടായിരുന്നു ഞാൻ ഒന്നും കൂട്ടാൻ പറ്റില്ല, കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ മെയിനായിട്ട് അപ്പോൾ ഞാൻ വെൽക്കം പറഞ്ഞില്ല ഗായ്സ്, വെൽക്കം ടു ഡ്രീം ലൈഫ്. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ഒന്ന് പറയാനുള്ളത്, വീഡിയോ കാണുന്നവരെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അത് മാത്രമല്ല ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഗായ്സ്. ഞാൻ എൻ്റെ ബേസിക് സ്കിൻ കെയർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. കൂടാതെ ഞാനൊരു കണ്ണേൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, അപ്പം നമ്മൾ അതിന് പോകാൻ വേണ്ടി നിൽക്കണം. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ മീഷോന്ന് എടുത്തൊരു ബ്ലാക്ക് ഡ്രസ്സ് ഉണ്ട്, അപ്പം ഞാൻ അതൊന്ന് ഏതൊക്കെ ജ്വല്ലറി ഇട്ട് സ്റ്റൈൽ ചെയ്യണം, അപ്പം ഞാൻ എങ്ങനെ ആ ഡ്രസ്സ് എങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നതും കൂടെ, അപ്പോൾ അത് കുഞ്ഞൊരു വീഡിയോ ആയില്ലേ. അപ്പം ഞാൻ വിചാരിച്ചു ഇതും കൂടി കാണിക്കാൻ കേട്ടോ. കുറേ പേര്, അതായത് എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേര് വെള്ളം ഇങ്ങനെ എനിക്ക് നിങ്ങൾ വിചാരിക്കുന്നു അയ്യോ കമൻറ്റൊന്നും ഞാൻ കണ്ടില്ലല്ലോ, അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് ഏതെങ്കിലും സ്കിൻ കെയർ ചെയ്യുന്നുണ്ടോ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്താ പറയുക, അതിനെക്കുറിച്ച് പറയാനാണ് വന്നത് കേട്ടോ ഗായ്സ്. പിന്നെ മെയിനായിട്ട് പറയാൻ വന്നത് എന്താണെന്നറിയോ, ഞാൻ സ്കിന്ന് ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരാളായിരുന്നു കേട്ടോ. സത്യമായിട്ടും പറഞ്ഞാൽ സ്കിന്ന് ഒട്ടും ശ്രദ്ധിക്കില്ല. എല്ലാവരും എൻ്റെ അടുത്ത്, അതായത് ഏട്ടൻ്റെ വൈഫൊക്കെ എൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പറയും കേട്ടോ, എടി നല്ല സ്കിന്നാണ്, നീ ഇന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ. ഞാൻ ഒട്ടും സ്കിന്നെ കുറിച്ച് ബോധേഡല്ലാത്ത ഒരാളായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരുപാട് യൂട്യൂബ്, എനിക്ക് ഭയങ്കര, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ട് ഞാൻ പണ്ട് മുതലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കണ്ണേനോടൊക്കെ പറയുമ്പോൾ അപ്പോൾ കണ്ണേന് ടൈം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമല്ലോ ഗൈസ്. അപ്പോൾ അപ്പോൾ അതേപോലെ തന്നെ അപ്പോൾ ഞാൻ അന്ന് മുതലേ യൂട്യൂബ് ചാനൽ അതായത് ഇതൊക്കെ ഏകദേശം ആ കൊറോണ ടൈമിലൊക്കെ ഇങ്ങനെ സ്റ്റാർട്ടായ മുതൽ തന്നെ ഞാൻ നന്നായിട്ട് യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ട്, എല്ലാവരുടെ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടോ. അങ്ങനെ ഞാൻ എന്താ പറയുക, ബ്യൂട്ടി വ്ളോഗേഴ്സ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരുടെ വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടാണ് എനിക്ക് മനസ്സിലാക്കിയത്. അപ്പോൾ അവരെല്ലാവരും നമ്മളടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഒരു സ്കിൻ കെയർ റുട്ടീൻ എന്താണ് നിങ്ങൾക്ക് വേണം എന്നുള്ള കാര്യം കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്കും ചെയ്തുകൂടാന്ന്. അപ്പം ഞാൻ പിന്നെ നിങ്ങളടുത്ത് മുന്നേ ഷെയർ ചെയ്യാതിരുന്നത്, എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിഞ്ഞതിൻ്റെ ശേഷം നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു 1 മന്തായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്ട്സും അതിൽ എനിക്കുണ്ടായ മാറ്റങ്ങളും, എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒരു മാറ്റവും ഇല്ലാതെ വന്ന പ്രൊഡക്ട്സും ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഞാൻ അതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, സ്കിൻ കെയർ ചെയ്യുമ്പോൾ അതിപ്പോൾ ഞാൻ ചെയ്യാൻ പോവുകയാണ്, ഞാൻ പല ഫംഗ്ഷന് പോകണമെന്ന്. അപ്പോൾ വിചാരിച്ചു ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമ്മുടെ ഇതിൻ്റെ ഈ അഴകാന കൂന്തൽ. നമുക്ക് മുടിയുടെ ഒട്ടും ഡിസ്റ്റർബൻസ് പാടില്ല കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ ഈ മുടിയൊക്കെ നന്നായിട്ടൊന്ന് ഒതുക്കി വെക്കുക കേട്ടോ ഗൈസ്. ഇപ്പം ഞാൻ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, ഒരു മിനിറ്റ് കേട്ടോ വരാം. അപ്പം നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്യാന്ന് കേട്ടോ. അപ്പം നമ്മൾ ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും എന്താ പറയുക, ഫേസ് വാഷ് ചെയ്യുമ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മൾ സോപ്പൊക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലേ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്പം സോപ്പ് നന്നല്ലാന്നല്ലോ ഞാൻ പറയുന്നത്. പക്ഷേ മസ്റ്റായിട്ടും വേണ്ടത് നമ്മൾ ഏതെങ്കിലും നമുക്ക് അഫോർഡബിൾ ആയതിൻ്റെ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുക കേട്ടോ. അപ്പം ഞാനിവിടെ ഉപയോഗിക്കുന്നത് മാമാർത്തിൻ്റെ ആണ് കേട്ടോ, മാമാർത്തിൻ്റെ ഫേസ്. അപ്പോൾ ഇതന്നെ വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയ ഏത് ഫേസ് വാഷ് വേണമെങ്കിലും ഉപയോഗിക്കുക കേട്ടോ. ഫേസ് വാഷ് വെച്ചിട്ട് നന്നായിട്ട് എന്താ പറയുക, മുഖം വാഷ് ചെയ്യുക കേട്ടോ. അപ്പം ഞാൻ അത് വാഷ് ചെയ്തിട്ട് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് ഞാൻ ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മളിങ്ങനെ ഇങ്ങനെയൊക്കെ തുടയ്ക്കാതെ നല്ല ടർക്കിയോ എന്തെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഒപ്പിയെടുക്കുക കേട്ടോ ഗൈസ്. അതിന് ശേഷം നമ്മൾ സെക്കൻഡായിട്ട് ചെയ്യേണ്ടത്, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ നിങ്ങളടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെക്കൻഡായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു സിറം യൂസ് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ സിറം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് സ്കിന്ന് എല്ലാവർക്കും ഇഷ്ടമാണ് നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ പറയുക, പെട്ടെന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം കേട്ടോ സിറം എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പതിയെ മെല്ലെയാണ് ബ്രൈറ്റ് ആവേണ്ടതെങ്കിൽ നിങ്ങൾ സിറം യൂസ് ചെയ്യണമെന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ സ്കിന്ന് പെട്ടെന്ന് ബ്രൈറ്റ് ആവണമെന്ന് തോന്നിയപ്പോൾ ഞാനിങ്ങനെ റിവ്യൂസ് കണ്ടിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഗൈസ്, ഇതാണ് ലാക്മിയുടെ ഒരു 925 ഈ സിറാട്ടോ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഞാൻ ഏകദേശം ഒരു 2 ബോട്ടിലൊക്കെ യൂസ് ചെയ്തിട്ട് എനിക്ക് യാതൊരു മാറ്റവും സ്കിന്നിന് വന്നില്ല കേട്ടോ. ബ്രൈറ്റ് പോയിട്ട് ഒരു എന്താ പറയുക ഗൈസ്, ഒന്നും വന്നില്ല. അപ്പം ഞാൻ ഇതങ്ങോട്ട്
ഇവിടെ കിളഞ്ഞു ഗൈസ്. അതിനുശേഷം ഞാനിങ്ങനെ വീഡിയോസ് കണ്ടിട്ട് ഏത് സിറ യൂസ് ചെയ്യുക അങ്ങനെ വിചാരിച്ചപ്പോഴാണ് ഫുള്ള് ജാസ്മിൻ ആണെങ്കിലും കുറേ ബ്യൂട്ടി വ്ളോഗേഴ്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഫേമസ് ആയിട്ടുള്ള ഒരുപാട് യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ടല്ലോ, ബ്യൂട്ടി യൂട്യൂബ് വ്ളോഗേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവരുടെ കണ്ടിട്ടാണ് ഞാനിതാ ഇത് ഡെർമയുടെ ഈ ഒരു സിറല്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും ആഡ് കണ്ടിട്ടോ അറിയണത് കേട്ടോ. ഈ സിറ കേട്ടോ ഞാൻ യൂസ് ചെയ്യണത്. അപ്പം ഞാൻ സെക്കൻഡ് സ്റ്റെപ്പായിട്ട് ഞാൻ സിറം യൂസ് ചെയ്തു കേട്ടോ ഗൈസ്. കടാ നന്നായിട്ട് ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്തു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഡ്രോപ്പ് ആയിട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കും കേട്ടോ ഗൈസ്. എന്നിട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്നും വേണ്ട, ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ നല്ലൊരു മോയ്സ്ചറൈസ് ക്രീം, നിങ്ങൾ ഒരു 2-3 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു മോയ്സ്ചറൈസ് ക്രീം യൂസ് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ പോൺസിൻ്റെ കേട്ടോ, നല്ലതാണ് കേട്ടോ. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായതാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ പോൺസിന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, ആർക്ക് വേണമെങ്കിലും യൂസ് ആക്കാം. അതായത് ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ, ഭയങ്കര റേറ്റ് കുറവാണ്. അപ്പോൾ ഉപയോഗിക്കുന്നത് പോൺസിൻ്റെ ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതിൻ്റെ രണ്ട് ബോട്ടിലോളം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കഴിഞ്ഞിട്ട് പിന്നെ പോയി കഴിഞ്ഞപ്പോൾ ഇന്നലെ പോയി കഴിഞ്ഞപ്പോൾ എനിക്ക് കുഞ്ഞേതാ കിട്ടിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു വരണ വരെ ഇത് വാങ്ങിക്കാന്ന് കേട്ടോ. അപ്പോൾ അതാ, അപ്പം ഇതെടുത്തിട്ട് നമ്മൾ നന്നായിട്ട് അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണത് നമ്മുടെ ഫേസിൽ മാത്രമല്ല, നമ്മളെപ്പോഴും നമ്മുടെ കഴുത്തിലും ഒക്കെ ഒന്ന് അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഫേസ് മാത്രം ബ്രൈറ്റ് ആയി കഴിഞ്ഞാൽ ഭയങ്കര ബോറാവില്ലേ ഗൈസ്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അതാ എന്നിട്ട് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാണല്ലോ, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് ഗൈസ്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് നമുക്കത് മാറ്ററിയട്ടോ കൊണ്ടോ ഗൈസ്. നെക്സ്റ്റ് നമ്മൾ വിചാരിക്കും ഇപ്പം മഴയല്ലേ, മഴക്കാലല്ലേ, അപ്പോൾ സൺസ്ക്രീമിൻ്റെ ആവശ്യമൊന്നുമില്ല എന്താന്നൊക്കെയാണ്. പക്ഷെ അത് നമ്മൾ വെറും തെറ്റിദ്ധാരണയെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ മസ്റ്റായിട്ടൊരു സൺസ്ക്രീം യൂസ് ചെയ്യണ്ടോ ഗൈസ്. എന്താ പറയുക, നമുക്ക് തോന്നുകയാണ് മഴയത്ത് നമ്മുടെ മുഖം ഒന്ന് ടാൻ ആവില്ല എന്നൊക്കെ നമുക്ക് തോന്നുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് സൺസ്ക്രീം യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അതൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമാവാണ്ട് ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് ഡെർമയുടെ ആണ് കേട്ടോ ഗായ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് അടിപൊളി ഒരു സൺസ്ക്രീം ആട്ടോ ഗായ്സ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഗായ്സ്. നമ്മളത് കുറച്ച് കൈക്കെടുത്തു കേട്ടോ, കാരണം അത് വെച്ചിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അതാ ഗൈസ്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാട്ടോ ഗൈസ്. നമുക്ക് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മുടെ എന്താ പറയുക, സ്കിന്നിക്ക് ഇങ്ങനെ ഒബ്സേർവ് ആയിട്ട് പോകും. ആ കാണാൻ ഭയങ്കരമായിട്ട് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടം ഗൈസ് ഈ സൺസ്ക്രീം. നമ്മളത് നന്നായിട്ട് ഇങ്ങനെ ഇനി ഗായ്സ് ഒരു എന്താ പറയുക ലിപ് ബാമും കൂടി യൂസ് ചെയ്യണം കേട്ടോ. അത് ഞാൻ എന്താ അറിയില്ല, ഞാൻ യൂസ് ആക്കാറില്ല. പക്ഷെ നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഒരു ലിപ് ബാമും കൂടി യൂസ് ചെയ്യുക. അപ്പോൾ ഇതാണ് ഗായ്സ് എൻ്റെ ബേസിക് സ്കിൻ കെയർ കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഞാൻ ചെയ്യാറുള്ളൂ. ഇതാണ് ഒരു ബേസിക്. നിങ്ങൾ വിചാരിക്കും ഇത്രയും ചെയ്യാറില്ലേ കേട്ടോ. അപ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മസ്റ്റായിട്ടും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്ന് അത് വെളുത്തിട്ട് പാറൊന്നുമില്ല ഗായ്സ്, വെളുത്തിട്ട് പാറാനോ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഉള്ള സ്കിന്ന് ഡാമേജ് ആവാതെ നമുക്ക് സ്കിന്നിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുന്നതാണ് എനിക്ക് തോന്നി. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടോ എല്ലാവരും എന്തായാലും ഇതൊക്കെ യൂസ് ചെയ്യാട്ടോ. ഇതെന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് നല്ല സ്കിന്നിന് നന്നായിട്ട് കെയർ ചെയ്യുക ഗായ്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ സ്കിൻ കെയർ കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എന്താ വെച്ചാൽ വലുതായിട്ട് ഞാൻ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ഇപ്പം ഞാൻ ഫംഗ്ഷന് പോകണ കാരണം ഞാൻ ഇതാട്ടോ ഒരു ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ട് ഞാൻ കയ്യിലെടുക്കുന്നുണ്ട് കുറച്ച് ഗായ്സ്. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ഫൗണ്ടേഷൻ തന്നെ അതിങ്ങനെ യൂസ് ചെയ്തിട്ട് വല്ലാണ്ട് ഇത് ചെയ്യുന്നില്ല ഗൈസ്. ഇതിൻ്റെ ഇങ്ങനെ കുറച്ച്
ബ്ലാക്ക് സ്പോട്ട് ഉള്ള സ്ഥലത്തൊക്കെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു, അത്രേ ഉള്ളൂ കേട്ടോ ഗൈസ്. ഞാൻ വല്ലാണ്ട് ഒന്നും അങ്ങനെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യൊന്നുമില്ല, എപ്പോഴൊന്നും യൂസ് ചെയ്യില്ല. എനിക്കിങ്ങനെ വല്ല പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ എപ്പോഴെങ്കിലും, അതും അധികം ചെയ്യാറില്ല കേട്ടോ ഗൈസ്, അപ്പോൾ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ ഗൈസ്, ഇതൊന്നും യൂസ് ആക്കിയിട്ട് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമില്ല. എൻ്റെ കൈകളാണ് എനിക്ക് വിശ്വാസം ഗൈസ്. ഇതെൻ്റെ ലിപ്സ്റ്റിക് കേട്ടോ, എൻ്റെ ലിപ്സ്റ്റിക്കാണ്. ഇതെൻ്റെ ഏട്ടത്തി അമ്മ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഇതും കൂടി ഇട്ടിട്ട് ഗൈസ് ഇതിട്ടു. ഷേഡോ ചെറുതായിട്ട് വിതർത്ത് ഗൈസ്, ഞാൻ ബ്ലഷായിട്ട് ഇതന്നെ കേട്ടോ യൂസ് ചെയ്യാറ്. കാരണം എനിക്ക് ബ്ലഷൊക്കെ നെക്കാട്ടി എനിക്കിഷ്ടം ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്തു. ഇനി ഗൈസ് ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ് ഞാൻ ഡ്രസ്സ് ഇട്ട് വന്നു. ഞാൻ ലാസ്റ്റ് ഫുള്ള് എഴുന്നേറ്റാണ്. അപ്പോൾ ഞാൻ എന്താ ഈ കമ്മലാണ് കേട്ടോ ഇടാൻ പോകുന്നത് ഗൈസ്. കമ്മലിട്ടതിന് ശേഷം മുടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല ഗൈസ്, ചെറുപ്പൊന്നും വെച്ച് ചെയ്യുന്നില്ല. ജസ്റ്റ് ഒന്ന് ഇത് അങ്ങനെ ഇട്ട് ഒരു ക്രാബ് ഇടും. കുറച്ച് ഓക്കെ ഗൈസ്, ഇത്രയാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ ഷോൾ. ഞാൻ ബാക്ക് ഇറങ്ങി കാണിച്ചുതരാം. അപ്പോൾ ഈ ഒരു ഷോൾ ഇട്ട് എനിക്ക് വൈറ്റിന് കൂടുതൽ ഭംഗി തോന്നി കേട്ടോ. അപ്പോൾ ഞാനിത് മാറ്റാൻ വിചാരിച്ചു. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ഈ ഷോൾ ഒന്ന് പേര് നിങ്ങൾ പറഞ്ഞിട്ടോ ഗൈസ്, എനിക്ക് ഏത് ഷോളാണ് ഭംഗി ഉണ്ടായിരുന്നതെന്ന്. അപ്പോൾ ഇതാകുമ്പോൾ ഒരു പാർട്ടി ലുക്കൊക്കെ വന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ഈ ഷോൾ ഇട്ടു. പിന്നെ ഞാനിതാ സാധാരണ ഒരു ബാഗ്, ഒരു റൗണ്ട് ഷേപ്പ് കേട്ടോ, ബ്ലാക്കിൻ്റെ കൂടെയൊക്കെ നന്നായിട്ട് മാച്ചായി പോണ ഒരു ബാഗ്, സാധാരണ ചപ്പല് കേട്ടോ. അപ്പോൾ ഗൈസ് ക്ലാരിറ്റി വല്ല കുറവ് എന്തെങ്കിലും മിസ്റ്റേക്കോ എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ കണ്ണേട്ടനെയും കൂടി ബാക്ക് ക്യാമറ ഫുള്ളായിട്ട് കാണിച്ചു തരാം ഗൈസ്. ഒരു കാര്യം മറന്നു, വാച്ച്. എന്തൊരു പൊക്കമായൊക്കെ വന്നുകൊണ്ടല്ലോ. അപ്പൊ ഇതാണ് കേട്ടോ ഗൈസ്. പിന്നെ അപ്പൊ ഗൈസ് ഇതാണ് ഗൈസ്, കറണ്ട് പോയതൊന്നല്ല ഗൈസ്, മഴ കാണിച്ചു കൊടുക്കാനുണ്ടോ ബാക്ക് പുറകേക്ക്. നല്ലോണം മഴക്കാറ് വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഇരുണ്ടു കേട്ടോ ഗൈസ്. അപ്പൊ അത് കാരണമാണ് കേട്ടോ, അതല്ലാതെ ഇതാണ് കേട്ടോ ഒരു സിമ്പിൾ മേക്കപ്പ് ആണ് കേട്ടോ. സിമ്പിൾ മേക്കപ്പ്, ഞാൻ ഭയങ്കര പ്രൊഫഷണൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നല്ല. എന്റെ രീതിയിൽ ഞാൻ എന്താണോ ചെയ്യുന്നത്, ഞാൻ നോർമലി ഒരു ഫംഗ്ഷന് പോകുമ്പോൾ എന്താണോ ചെയ്യുന്നത്, നോർമലി ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ചെയ്യണ സ്കിൻ കെയർ ഇത്രയായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു കൊടുത്തപ്പോൾ ഇതില് നിങ്ങൾക്ക് ഇതിലേക്കാട്ടി കൂടുതൽ അറിയണവരും സ്കിൻ കെയറിനെ കുറിച്ച് അറിയണവരും ഒരുപാട് പേരുണ്ടാവും. അപ്പൊ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കുക. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാനായിട്ട് ബൈ ബൈ. പിന്നെ കമന്റ് ചെയ്യണം ഗൈസ്, ഇത് ലുക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ചെയ്യണം, ഇഷ്ടമായില്ലെങ്കിൽ കമന്റ് ചെയ്യുക, എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് ഞാൻ മീഷോന്ന് എടുത്ത വെറും 350 ഒരു കുർത്തയാണ് കേട്ടോ ഗൈസ്. അപ്പൊ ഈ കുർത്തയാണ് ഞാനിപ്പോ നമുക്ക് റേറ്റ് ഒന്നും നോക്കിയിട്ട് ഒരു കാര്യമില്ല ഗൈസ്, ഇത് നമുക്ക് വേറെ രീതിയിൽ പല രീതിയിലും സ്റ്റൈൽ ചെയ്യാം കേട്ടോ. അപ്പൊ ഞാനിപ്പോ നോർമലി ഒരു ചെറുതായിട്ടൊരു ഫംഗ്ഷന് പോവാണ്, അതായത് ചെറിയൊരു ബർത്ത്ഡേ പാർട്ടി, കുഞ്ഞ് വലിയതൊന്നല്ല. അപ്പൊ അതിന് മുമ്പുള്ള ജസ്റ്റ് ഒരു മേക്കപ്പ് നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാനെങ്കിൽ ബൈ. വൈൻഡപ്പിന്റെ ശേഷം ഞാൻ കുറെ പറഞ്ഞിട്ടുണ്ട്, അത് കൂടെ ആഡ് ചെയ്തിട്ട് കേട്ടാ. ശരി, ഞാൻ നടക്കുന്നത് സ്ലോ മോഷനിൽ എടുക്കും.
ഇത് മീഷോന്ന് വാങ്ങിയ വെറും 115 രൂപയുടെ കമ്മലാണ്.